അവളിപ്പോൾ എന്താ പറയുന്നത് ഫെലിക്സ്? ആമി സംശയത്തോടെ അവനോട് ചോദിച്ചു. പറയുന്നത് പോയിട്ട് മെസ്സേജിന് റിപ്ലൈ പോലും തരാറില്ല. അറ്റ്ലീസ്റ്റ് അവൾക്ക് എന്നെ വിളിച്ചൊന്ന് സംസാരിച്ചൂടെ? എന്തേലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതെന്നോട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അവളോട് ഞാൻ കാണിച്ച ആത്മാർത്ഥതയുടെ പകുതി പോലും അവൾ എന്നോടിപ്പോൾ കാണിക്കാറില്ല. ഈ ജോലി കിട്ടി ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഞാൻ അവളോട് പറഞ്ഞതാണ് ഞങ്ങളുടെ കാര്യം അവളുടെ വീട്ടിൽ പറയാൻ. അപ്പോൾ അവൾക്ക് അവളുടെ അച്ഛനെ പേടി. 2 കാസ്റ്റ് ആയതുകൊണ്ട് ഒരിക്കലും നടക്കില്ല എന്നവൾ പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടല്ലേ നീ എൻ്റെ പുറകിൽ വന്നതെന്ന്. വിളിച്ചിറക്കിക്കൊണ്ട് ഒരിക്കലും ഞാൻ വരില്ല അമ്മി, അത് തെറ്റാണ്. അങ്ങനെയൊരു വിവാഹബന്ധം വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. അവൾക്ക് ചോദിക്കാൻ വയ്യെങ്കിൽ ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനും അവൾ സമ്മതിച്ചില്ല. എൻ്റെ ലൈഫിലേക്ക് അവളെ കൂടെ കൂട്ടണമെന്നുള്ളതുകൊണ്ടാണ് എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും അവൾക്ക് പോലും ഞാൻ ഋതുവിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. എൻ്റെ പ്രണയം വെറൊരു തമാശയായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. നിൻ്റെ അളിയൻ്റെയും വിവാഹം കഴിഞ്ഞ സമയത്ത് അവൾക്ക് ഈ ഒരു സംശയമില്ലായിരുന്നു. എന്നോട് വലിയ കാര്യത്തോടെയാണ് സംസാരിച്ചത്. പക്ഷെ പിന്നീട് വീണ്ടും അവളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അവൾക്ക് പരിഗണന നൽകാതെ ഞാൻ നിനക്ക് പരിഗണന നൽകുന്നു എന്നാണോ? പക്ഷെ അങ്ങനെ ഒരു പ്രവൃത്തിയൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ നിന്നെ എൻ്റെ സ്വന്തം പെങ്ങളായോ നല്ലൊരു കൂട്ടുകാരിയായോ ആണ് കണ്ടിട്ടുള്ളത്. അത് അവൾക്ക് എങ്ങനെ പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. അവൻ വിഷമത്തോടെ അവളെ നോക്കി പറഞ്ഞു. നീ വിളിച്ചാലും അവൾ ഫോൺ എടുക്കില്ലേ? ആമി സംശയത്തോടെ അവനോട് ചോദിച്ചു. ഒരുപാട് തവണ വിളിച്ചു നോക്കി. വാട്സപ്പിൽ വിളിച്ചു, ഫോൺ എടുത്തില്ല. ഇവിടുത്തെ നമ്പറിൽ നിന്നും ലോക്കൽ നമ്പറിൽ നിന്നും വിളിച്ചു. ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ കട്ട് ചെയ്തു. അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഫെലിക്സ്, ഞാൻ കാരണമല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ? എൻ്റെ കൂടെ കൂടുന്നവർക്കെല്ലാം ഇത് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത്രയ്ക്കും പാപങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് പറയുമ്പോൾ അവൾ വിതുമ്പിപ്പോയിരുന്നു. ഏയ് ആമി, നീ ഇങ്ങനെയൊന്നും പറയാതെ. നീ കാരണമല്ല ഇങ്ങനെയൊക്കെ. ഇതൊക്കെ നീ ചിന്തിച്ചു കൂട്ടുന്നതാണ്. അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ നീ എന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നതാണെന്ന് എനിക്കറിയാം. അവൾ വിതുമ്പിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ല ആമി, ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നീ ഇപ്പം എന്നോട് പറയുന്നത്. ആമി, നമ്മളോട് ഒരാൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ ബന്ധം ഒരിക്കലും അധികം നാൾ നിലനിൽക്കില്ല. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകാതിരിക്കുന്നതല്ലേ നല്ലത്. പിന്നെ അവളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമില്ല എന്ന് ഞാൻ പറയില്ല. നല്ലതുപോലെ സങ്കടമുണ്ട്. അവളെന്നെ മനസ്സിലാക്കാതെയാണല്ലോ പോയതെന്ന് ഓർക്കുമ്പോൾ. കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകും. ഇപ്പം എൻ്റെ ആമി ഇതിനെപ്പറ്റിയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഈ തലയിൽ ഒന്നാമത് ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ കൂടി ഇനി ഇതും കൂടി വേണ്ട. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി. അവരെ രണ്ടുപേരെയും ദൂരെ നിന്ന് നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ആ കണ്ണുകളിൽ ദേഷ്യമായിരുന്നു. എന്നാൽ അതൊന്നും അറിയാതെ നിഷ്കളങ്കമായ സ്നേഹത്തിൽ പരസ്പരം ആശ്വസിപ്പിക്കുകയായിരുന്നു അവർ രണ്ടുപേരും കൂടി. ഒരു ചായ കുടിച്ചാലോ? ഫെലിക്സ് അവളുടെ മൈൻഡൊന്നും മാറാൻ വേണ്ടി അവളോട് ചോദിച്ചു. അവൾ അവനെ നോക്കി തലയാട്ടി. അവർ രണ്ടുപേരും അടുത്ത് കണ്ട ഒരു ടീ ഷോപ്പിനടുത്തേക്ക് നടന്നു. ഒരു ചായ വാങ്ങി അവൾക്ക് കൊടുത്തിട്ട് അവനും ഒരു ചായ വാങ്ങി. എന്ത് പറയുന്നു നിന്റെ ബോസ്? വിഷയം മാറ്റാൻ എന്ന പോലെ അവൻ അവളോട് ചോദിച്ചു. അവൾ ഓഫീസിലുണ്ടായ സംഭവങ്ങളൊക്കെ അവനോട് പറഞ്ഞു. അയാൾ എന്തിനാ നിന്നെ അവിടെ പിടിച്ചു നിർത്തിയത്? അവൻ സംശയത്തോടെ ചോദിച്ചു. എനിക്കറിയില്ല. എന്തായാലും അയാൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ആ കുട്ടിക്ക് എന്നോട് ഭയങ്കര ദേഷ്യമുണ്ട്. എന്നെ നോക്കി പേടിപ്പിക്കുകയായിരുന്നു ആ കുട്ടി. വഴിയെ പോകുന്നവരെല്ലാം എൻ്റെ ശത്രുക്കളാവുകയാണല്ലോ ഫെലിക്സ്. അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഏയ്, നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നീ അതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതല്ലേ. അയാളല്ലേ നിന്നെ അവിടെ പിടിച്ചു നിർത്തിയത്. അതിന് നീ ഇപ്പം എന്ത് ചെയ്യാനാ? അവനും തിരികെ ചോദിച്ചു. എനിക്കറിയില്ല. മനസ്സിൻ്റെ വേദന തീർക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു ജോലി കിട്ടി അതിൽ കയറിയാൽ മനസ്സിലുള്ള ടെൻഷനും വിഷമമൊക്കെ ഒന്ന് മാറുമല്ലോ എന്ന് കരുതി. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിൽ വിചാരിക്കാത്ത ആളുകളൊക്കെ എൻ്റെ ശത്രുക്കളായിട്ട് മാറുക. അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ട് അവനും സങ്കടം വന്നിരുന്നു. അവൾ എത്രത്തോളം സ്വയം വിഷമിക്കുന്നുണ്ടെന്ന് അവനും മനസ്സിലായി. എൻ്റെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. നീ ചോദിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. മുൻപ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. എന്നെ മനസ്സിലാക്കാത്ത ഒരാളെ ഞാൻ കൂടെ കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ ആമി. അവൾക്കൊരിക്കലും നമ്മുടെ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്കിനി കഴിയില്ല. അവൾ സ്വയം അത് മനസ്സിലാക്കും എന്നും എനിക്ക് തോന്നുന്നില്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പക്ഷെ ഫെലിക്സ്, അവൾ അങ്ങനെ സംശയിക്കാൻ മാത്രമൊന്നും നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇല്ലല്ലോ. നീനെ സ്വന്തം പെങ്ങളായിട്ടാണ് കാണുന്നത്. ഞാനും എനിക്ക് ജനിക്കാതെ പോയൊരു സഹോദരൻ്റെ സ്ഥാനത്താണ് നിന്നെ കാണുന്നത്. എനിക്ക് കസിൻസായിട്ട് ഒരുപാട് സഹോദരങ്ങളുണ്ട്. പക്ഷെ നീ എന്നെ നോക്കുന്നത് പോലെ ആരും എന്നെ നോക്കിയിട്ടില്ല. നീ എന്നെ കേൾക്കുന്നത് പോലെ ഒരാൾ പോലും കേട്ടിട്ടില്ല. സന്തോഷത്തിൽ കൂടെ നിൽക്കുന്നതല്ലാതെ ഒരു സങ്കടം വരുമ്പോൾ ആരും എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ വിളിക്കാതെ തന്നെ, ഞാൻ പറയാതെ തന്നെ നീ എന്നെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു ബന്ധത്തിന് സാഹോദര്യ ബന്ധം അല്ലാതെ ഒന്നും ഞാൻ ഇതുവരെ മനസ്സിൽ കണ്ടിട്ടില്ല. എനിക്കറിയാലോ, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് എൻ്റെ ഇച്ഛായൻ പോലും എന്നെ സംശയിച്ചിട്ടില്ല.
എന്നോട് എപ്പോഴും ഇച്ചായൻ പറയും നിന്നെ വിളിച്ച് നമുക്ക് എവിടെയെങ്കിലും പോകാമെന്നൊക്കെ. പക്ഷെ ഞാൻ വിളിക്കുമ്പോഴൊന്നും നീ വന്നിട്ടില്ല. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിയും. അതൊക്കെ എന്തിനായിരുന്നു എന്ന് എനിക്കറിയില്ല. ചോദിക്കാനുള്ള ഒരു ഗ്യാപ്പും എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഇച്ചായൻ നിന്നെ ഒരു അളിയനായിട്ടാണ് കണ്ടിട്ടുള്ളത്. നീയോ അതുപോലെ തന്നെയാണ് ഇച്ചായനോട് സംസാരിച്ചിട്ടുള്ളത് അല്ലേ? അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. ആമി, ഞാൻ മനഃപൂർവ്വം തന്നെ അളിയൻ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പം വരാഞ്ഞത്. നിനക്കറിയാലോ ഋതുവിൻ്റെ കാര്യം. വിവാഹം കഴിഞ്ഞ് പോയപ്പോഴാണ് അവൾക്കൊരു സമാധാനം ഉണ്ടായത്. അന്നൊക്കെ അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൽ ഞാനും അഡിക്റ്റായിപ്പോയി. പിന്നെ നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പോയതിന് മറ്റു ചില കാരണങ്ങളും ഉണ്ട്. നമ്മൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതിനിടയിലേക്ക് കയറി വന്നതാണ് അളിയനും അളിയൻ്റെ ഫാമിലിയും. അപ്പോൾ അവർക്ക് എന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അളിയൻ ചിലപ്പോൾ എന്നെ മനസ്സിലാക്കുമായിരിക്കും. നിന്നോട് അത്രയും സ്നേഹവും വിശ്വാസവും ഉള്ളതുകൊണ്ട് ഒരിക്കലും എന്നെ മറ്റൊരു രീതിയിൽ സംശയിക്കാൻ അളിയൻ കൂട്ടാക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ അളിയൻ്റെ വീട്ടുകാരുടെ കാര്യം അങ്ങനെയല്ല. അളിയൻ്റെ അച്ഛനും അമ്മയൊക്കെ അവർക്ക് ചിലപ്പോൾ എന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവർക്ക് പഴയ ആൾക്കാരല്ലേ ആമി. അതുകൊണ്ടാണ് അതിനിടയിലേക്ക് ഞാൻ വരാഞ്ഞത്. ചിലപ്പോൾ ഞാൻ നിന്നോട് സ്വാതന്ത്ര്യം കാണിക്കും. നീ തിരിച്ചു എന്നോട് അതുപോലെ തന്നെ ബിഹേവ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ ബന്ധം എന്താണെന്നുള്ളത്. പക്ഷെ പുറത്തു നിന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ തോന്നണമെന്നില്ല. ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകേണ്ടെന്ന് കരുതി തന്നെയാണ് ഞാൻ ഒഴിഞ്ഞുമാറി നിന്നത്. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഇതെനിക്ക് അന്നേ അറിയായിരുന്നു. ഇതുകൊണ്ടൊക്കെ ആയിരിക്കും നീ അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന്. പക്ഷെ നിനക്കറിയാലോ ഇച്ചാൻ്റെ പപ്പയും അമ്മയൊക്കെ എന്ത് പാവങ്ങളാണെന്ന്. അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നിന്നോടൊപ്പം അവരെന്നെ വിടുമായിരുന്നോ? അവർക്ക് മറ്റാരേക്കാളും വിശ്വാസമാണ് നിന്നെ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ഒന്ന് പുഞ്ചിരിച്ചു. അന്ന് ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ചു പോയി ആമി. അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ കഴിച്ചായിരുന്നോ? അവൻ സംശയത്തോട് ചോദിച്ചതും അവൾ കഴിച്ചു എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. ഞാൻ ഒന്നും കഴിച്ചില്ല. വന്ന് കയറിയത് മൂഡ് ശരിയല്ലാന്ന് തോന്നി. എങ്കിൽ പിന്നെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് കരുതി. കൂടെ നീയും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. അതുകൊണ്ടാണ് നിന്നെ ബുദ്ധിമുട്ടിച്ചത്. ഉറങ്ങേണ്ട സമയത്ത് എൻ്റെ കൂടെ ഇവിടെ വന്നു അല്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ കപട ദേഷ്യത്തോടെ അവനെ നോക്കി. നീ അങ്ങനെയൊക്കെയാണോ എന്നെപ്പറ്റി കരുതിയിരിക്കുന്നത്? നീ ഇപ്പം എന്നോട് പറഞ്ഞത് ഞാനല്ലേ ശരിക്കും നിന്നോട് പറയേണ്ടത്? അവൾ തിരികെ അവനോട് ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി. ഞാനല്ലേ നിനക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയത്? എന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പണത്തിന് നീയല്ലേ കടം വാങ്ങിയിട്ടുള്ളത്? എനിക്ക് വേണ്ടി റിസ്ക് എടുത്തത്? അപ്പോൾ ഞാനല്ലേ നിനക്കൊരു ബുദ്ധിമുട്ട്? അവൾ വാടിയ പുഞ്ചിരിയോടുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആമി, ഇപ്പം പറഞ്ഞത് പോട്ടെ. പക്ഷെ ഒരിക്കൽ കൂടി നീ എന്നോട് ഇങ്ങനെ പറയരുത്. എനിക്കത് എന്തുമാത്രം വിഷമമാണെന്ന് നിനക്കറിയോ? നീ എനിക്കൊരു ഭാരമാണോ ആമി? എൻ്റെ പെങ്ങൾ എങ്ങനെയാണ് എനിക്കൊരു ഭാരമായി മാറുന്നത്? പിന്നെ നിനക്ക് വേണ്ടി ഞാൻ കടം വാങ്ങിയത്. സാലറി കിട്ടുമ്പോൾ ഞാനത് തിരിച്ചു കൊടുത്താൽ ആ കട അവിടെ തീരും. അതിപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാനും കടം വാങ്ങിയിട്ടല്ലേ വന്നത്? അവൻ സംശയത്തോട് ചോദിച്ചു. നീ എനിക്ക് വേണ്ടി കടം വാങ്ങിയിട്ട് നിന്റെ സാലറിയിൽ നിന്ന് അത് തിരികെ കൊടുക്കാനോ? അതൊന്നും വേണ്ട. ദൈവം സഹായിച്ച് എനിക്കിപ്പോൾ നല്ലൊരു ജോലിയുണ്ട്. എൻ്റെ കടം തീർക്കാനല്ല നീ ഒരു മാസം കഷ്ടപ്പെടുന്നത്. നീ എനിക്ക് വേണ്ടി വാങ്ങിയ പണം അത് ഞാൻ തന്നെ തിരികെ കൊടുക്കും. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പം നമുക്ക് ഇവിടെ കയറിയാലോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് കേട്ടതും അവൻ ചൂണ്ടിയ സ്ഥലത്തേക്ക് അവൾ നോക്കി. ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മലയാളികളുടേതാണെന്ന്. നീ എങ്ങനെയാ കൃത്യമായിട്ട് ഈ മലയാളികളുടെ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുന്നത്? അവൾ സംശയത്തോട് ചോദിച്ചു. അതൊക്കെ നമ്മൾ ഫുഡുകൾക്ക് മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ്. വാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. നിന്നോട് ഇതൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ വല്ലാത്തൊരാശ്വാസം. കഴിക്കാം. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വിശപ്പില്ലടാ. ഞാൻ നിൻ്റെ ഒപ്പം വരാം. പക്ഷെ കഴിക്കാൻ എന്നെ നിർബന്ധിക്കരുത്. കഴിച്ചതുകൊണ്ട് എനിക്ക് ഒട്ടും വിശപ്പ് തോന്നുന്നില്ല. അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ശരി, കഴിക്കണ്ട. എൻ്റെ ഒപ്പം വന്നിരിക്കാലോ? അവൻ ചോദിച്ചതും അവൾ അതിന് ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അവർ രണ്ടുപേരും കൂടി ആ റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറി. ബൈ, എന്താ കഴിക്കാനുള്ളത്? മുൻപിൽ ബില്ലിങ്ങിൻ്റെ അടുത്തിരുന്ന ആളിനോട് അവൻ സംശയത്തോട് ചോദിച്ചു. ആഹാ, മലയാളി. നാട്ടിലെവിടെയാ? ബില്ലിങ്ങിലിരുന്ന അയാൾ അവനെ കണ്ടതും ചിരിയോടെ തിരികെ ചോദിച്ചു. റാന്നി. ചേട്ടനോ? അവനും ചോദിച്ചു. ആലപ്പുഴ. അയാൾ ചിരിയോടെ അവനെ നോക്കി മറുപടി പറഞ്ഞു. എത്ര വർഷമായി ഇവിടെ? അവൻ അയാളോട് ചോദിച്ചതും അയാളതിന് മറുപടി പറഞ്ഞു. ഇതാരാ, വൈഫാണോ? ഫെലിക്സിൻ്റെ കൂടെ നിൽക്കുന്ന ആമിയെ കണ്ട് അയാൾ സംശയത്തോട് ചോദിച്ചു. അല്ല, ഫ്രണ്ടാണ്. കൂടെ എൻ്റെ പെങ്ങളും. അവൻ അവളെ തന്നിലേക്ക് കുറച്ചുകൂടി ചേർത്ത് നിർത്തി. ഓ, കുറേ നാളായോ ഇവിടെ വന്നിട്ട്? ആ കടക്കാരൻ വീണ്ടും ചോദിച്ചു. ഇല്ല, 2-3 ദിവസമായതേ ഉള്ളൂ. നാട്ടിൽ നിന്ന് മാറി നിന്നതിൻ്റെ ഒരു മിസ്സിങ്. അപ്പോൾ ഒന്ന് നടക്കാമെന്ന് കരുതി. അപ്പോൾ മലയാളികളുടെ റെസ്റ്റോറൻറ്റ് കണ്ടത്. എങ്കിൽ പിന്നെ ഇവിടെ കയറി ഫുഡ് കഴിച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അല്ല ചേട്ടാ, എന്താ സ്പെഷ്യൽ? അവൻ സംശയത്തോടെ അയാളോട് ചോദിച്ചതും അയാൾ അവിടെ ഉണ്ടായിരുന്ന സ്പെഷ്യലൊക്കെ അവനോട് പറഞ്ഞു. പക്ഷെ അവൾ കഴിക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെ അവന് സ്പെഷ്യലൊന്നും ഓർഡർ ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ ഒരു മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് കുറച്ചു നേരം അയാളോട് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം അവനൊരു ടേബിളിലേക്ക് ചെന്നിരുന്നു. അവളും അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവിടുത്തെ ഒരു സ്റ്റാഫ് മട്ടൻ ബിരിയാണി അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചു. കുറച്ച് കഴിക്കുന്നോ ആമി? അവൻ സംശയത്തോട് ചോദിച്ചതും അവൾ ഇല്ലാന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. അവൻ അതിൽ നിന്നും കുറച്ചെടുത്ത് മട്ടനും കൂട്ടി അതിനുള്ളിലേക്ക് വെച്ചിട്ട് അവളുടെ നേരെ നീട്ടി. അവൾ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ഒരു സന്തോഷത്തിന് കുറച്ച് കഴിച്ചാൽ മതി. നീ കഴിക്കാതെ ഇങ്ങനെ മുമ്പേ ഇരിക്കുമ്പോൾ എനിക്ക് ഇറങ്ങിപ്പോവില്ലടി. അവൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്ക് അത് നിരസിക്കാൻ തോന്നിയില്ല. അവൾ അതവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈകളിലേക്ക് വാങ്ങാൻ ശ്രമിച്ചതും അവൻ അതിന് കൂട്ടാക്കാതെ അവളുടെ വായുടെ അടുത്തേക്ക് നീട്ടി. വേറെ നിവൃത്തിയില്ലാതെ അവളത് വാതുറന്ന് വാങ്ങി. അവൻ വീണ്ടും തൻ്റെ പാത്രത്തിൽ നിന്നും കുറച്ചെടുത്ത് അവൾക്ക് നേരെ നീട്ടി. എനിക്ക് വേണ്ട ഫെലിക്സ്, അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. കുറച്ചും കൂടി. അവൻ വീണ്ടും അവളെ നിർബന്ധിച്ചു. ഞാൻ ഒന്നും കഴിക്കാതിരിക്കുന്നത് നിനക്ക് വിഷമമാകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യൂസ് പറ. എനിക്ക് ബിരിയാണി ഒന്നും രാത്രി വേണ്ടാത്തതുകൊണ്ടാ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. താൻ കഴിക്കാതെ അവൻ മാത്രം കഴിക്കുന്നത് അവനെ നല്ലതുപോലെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ നല്ല കാര്യങ്ങൾ എന്തേലും പറ. അതും പറഞ്ഞ് അവൻ അവൾക്ക് വേണ്ടി ഒരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്ത് കൊടുത്തു. അവൾ പുഞ്ചിരിയോടുകൂടി ആ ജ്യൂസ് കുടിച്ചു. എന്നാൽ അതൊന്നും തങ്ങളെ ഒരു കണ്ണ് നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവർക്കറിയില്ലായിരുന്നു.